നമസ്കാരം, TC പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറം ജില്ലയിൽ. സംസ്ഥാനത്ത് വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. 37,290 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77%. സമ്പൂർണ്ണ ലോക്ഡൌൺ 4 ദിവസം പിന്നിടുമ്പോൾ കർശന പരിശോധനകളാണ് ജില്ലയിലെങ്ങും പോലീസ് നടത്തുന്നത്. ജില്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കി. മഹാമാരി പൂട്ടിട്ട മറ്റൊരു നോമ്പുകാലമാണ് പടിയിറങ്ങുന്നത്. നോമ്പുകാലത്തെ തനതായ തങ്ങളുടെ രീതികൾ ഇത്തവണയും വിശ്വാസികൾക്ക് അന്യമായി. രാവിനെ പകലാക്കുന്ന മാസമായിരുന്നു റംസാൻ. മലപ്പുറം അടക്കം 8 ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കടലാക്രമണം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പുമുണ്ട്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും രോഗബാധിതരുടെ എണ്ണം ഉയർന്നു. 37,290 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 1,39,287 സാമ്പിളുകൾ പരിശോധിച്ചു. 32,978 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് നിന്ന് 37,290 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 4,774, എറണാകുളം 4,514, കോഴിക്കോട് 3,927, തിരുവനന്തപുരം 3,700, തൃശൂർ 3,282, പാലക്കാട് 2,959, കൊല്ലം 2,888, കോട്ടയം 2,566, ആലപ്പുഴ 2,460, കണ്ണൂർ 2,085, പത്തനംതിട്ട 1,224, ഇടുക്കി 1,056, കാസർഗോഡ് 963, വയനാട് 892 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,39,287 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77%. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 79 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,958. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 215 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. 34,256 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,676 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 143 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 32,978 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 9,93,313 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 12 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 810 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തിലുള്ളത്. രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയാണ്. 4,774 പേർക്ക് ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചു. 4,580 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 3,877 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 730 മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 4,774 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 35.64% ചൊവ്വാഴ്ച ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ചതിൽ 4,580 പേർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 131 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധയുണ്ടായത്. വിദേശത്തെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 57 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 72,811 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 3,877 പേരാണ് ചൊവ്വാഴ്ച രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം 1,63,217. ഇതുവരെ ജില്ലയിൽ 730 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടത്. താനൂരിലെ ഖുർആൻ പഠന കേന്ദ്രത്തിൽ നിന്ന് 28 വിദ്യാർത്ഥികൾ കൂടി ഖുർആൻ മനഃപ്പാഠമാക്കി സനത് സ്വീകരിച്ചു. താനൂർ MTQയിൽ നിന്നാണ് സനത് സ്വീകരിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. കോവിഡ് മൂലം സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് സ്ഥാപനം അടച്ചിരുന്നെങ്കിലും ഓൺലൈനായി ക്ലാസുകൾ നടന്നിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 28 വിദ്യാർത്ഥികളാണ് ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിളുകളായി സനത് സ്വീകരിച്ചത്. 2.5 വർഷം വരെ സമയമെടുത്താണ് വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. സനദ്ദാന ചടങ്ങും ഓൺലൈനായാണ് നടത്തിയത്. فلله الحمد رب السماوات ورب الأرض رب العالمين. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ കുടുംബസമേതം ചടങ്ങിന് സാക്ഷികളായി. മർക്കസ് തഹ്ഫീലുൽ ഖുർആൻ കേന്ദ്രങ്ങൾ അക്കാദമിക പാതയിൽ 16 വർഷം പിന്നിടുകയാണ്. ഈ നീണ്ട കാലയളവിനിടെ വിദ്യാർത്ഥികളുടെ ഭൗതിക വിദ്യാഭ്യാസം നഷ്ടപ്പെടാതെ തന്നെ 222 ഹാഫിളുകളെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2004 താനൂർ കാട്ടിലങ്ങാടിയിൽ രൂപീകൃതമായ മൊയ്തു ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനു കീഴിലാണ് MTQ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷവും 29 വിദ്യാർത്ഥികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി സനത് സ്വീകരിച്ചിരുന്നു. താനൂരിലെ നിയുക്ത MLA V അബ്ദുറഹ്മാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചടങ്ങാണ് നടക്കുന്നത്.
222 വിദ്യാർത്ഥികൾ അന്ത്യോക്യയുടെ ശിക്ഷണത്തിൽ ഹാഫിളുകളായി. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ധനം അവർ സമ്പാദിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് ഈ പുണ്യമാസത്തിൽ റംസാന്റെ അവസാന നാളുകളിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ സന്തോഷം അന്ത്യോക്യന്റെ പ്രിയപ്പെട്ട അതിന്റെ മാനേജ്മെന്റിനെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജില്ലയിലുള്ള ഉസ്താദന്മാർ, അതിന്റെ നടത്തിപ്പുകാർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. രക്ഷിതാക്കളെ, വളരെ ഒരു ആത്മനിർവൃതിയുടെ ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള 28 വിദ്യാർത്ഥികൾ, മിടുക്കരായിട്ടുള്ള 28 വിദ്യാർത്ഥികൾ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ട് ഇന്ന് അവർ അവരുടെ ഗ്രാജുവേഷൻ, അവരുടെ ഫൈനൽ കേൾപ്പിക്കൽ നടത്തുകയാണ്. നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ഒരു അവസരമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മർക്കസു തഹ്ഫീദുൽ ഖുർആൻ MTQ താനൂർ, അതിൻ്റെ കീഴിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിഫ്ള് വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. വളരെ കുറ്റമറ്റ രീതിയിൽ രക്ഷിതാക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ വമ്പിച്ച വിജയം സാധിച്ചിട്ടുള്ളത്. ട്രസ്റ്റ് ചെയർമാൻ MT മുഹമ്മദ്, സെക്രട്ടറി MT അബ്ദുൽ അസീസ്, MTQ പ്രിൻസിപ്പൽ ഹാഫിൽ ഷുഹൈബ് റഹ്മാൻ നജ്മി, ട്രഷറർ MT കുഞ്ഞലവി, വൈസ് ചെയർപേഴ്സൺ വഹീദ അബ്ദുൽ അസീസ്, സാജിദ് പറപ്പൂർ, റസാഖ് തെക്കയിൽ, സജ്ജാദുർ റഹ്മാൻ, ഹാഫിൽ അബ്ദുള്ള മൗലവി, സൈഫുന്നിസ തുടങ്ങിയവർ സംസാരിച്ചു. ജുദൈറ, ഫതീൻ നാദിഷ്, നിദ റഫീഖ്, വസീം MT, നിഹാൽ AK എന്നീ വിദ്യാർത്ഥികൾ പഠനാനുഭവം വിശദീകരിച്ചു. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ അമിതവില ഈടാക്കുന്നുവെന്ന പരാതികൾക്കിടെ നിരക്ക് നിശ്ചയിച്ചിട്ടിറക്കി സംസ്ഥാന സർക്കാർ. സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിനെ ഹൈക്കോടതി അഭിനന്ദിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് അമിത വില ഈടാക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് നിരക്ക് നിശ്ചയിച്ച കാര്യം സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ചത്. സാധാരണ ആശുപത്രികളിൽ ജനറൽ വാർഡിൽ പ്രതിദിനം 2645 രൂപയാണ് നിരക്കിൽ നിശ്ചയിച്ചത്. ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഇതിൽ ഉൾപ്പെടും. NABH അംഗീകാരമുള്ള വലിയ ആശുപത്രികളിൽ ജനറൽ വാർഡിൽ 2910 വരെ രോഗികളിൽ നിന്ന് ഈടാക്കാം. ഹൈ ഡിപെൻഡൻസി വിഭാഗത്തിൽ സാധാരണ ആശുപത്രിയിൽ 3795 രൂപയും വലിയ ആശുപത്രികളിൽ 4775 രൂപയുമാണ് നിരക്കായി നിശ്ചയിച്ചത്. വലിയ ആശുപത്രികളിൽ ICUവിന് 8550 രൂപ വരെ ഈടാക്കാം. സാധാരണ ആശുപത്രികളിൽ ഇത് പരമാവധി 7800 രൂപയാണ്. വലിയ ആശുപത്രികളിൽ വെന്റിലേറ്റർ സഹായത്തോടെയുള്ള ICUവിന് 15180 രൂപയാണ് നിരക്കായി നിശ്ചയിച്ചത്. സാധാരണ ആശുപത്രികളിൽ ഇത് 13800 രൂപയാണെന്നും ഉത്തരവിൽ പറയുന്നു. PPE കിറ്റ് സ്വകാര്യ ആശുപത്രികളിൽ അമിത വില ഈടാക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. ഇതിന് പരിഹാരമായി ജനറൽ വാർഡിൽ 2 PPE കിറ്റ് മാത്രം മതിയെന്ന് ഉത്തരവിൽ പറയുന്നു. ICUവിൽ 5 PPE കിറ്റ് വരെയാകാം. PPE കിറ്റ് വരുന്ന ചെലവ് രോഗികളിൽ നിന്നാണ് ഈടാക്കുന്നത്. അമിത വില ഈടാക്കുന്ന ആശുപത്രികൾക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് 10 ഇരട്ടി വരെ പിഴ ഈടാക്കാമെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. ഒരു ഇടവേള. വാർത്ത തുടരുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 4 ദിവസം പിന്നിടുമ്പോൾ കർശന പരിശോധനകളാണ് ജില്ലയിലെ പോലീസ് നടത്തുന്നത്. ജില്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ലോക്ക്ഡൌൺ 4 ദിവസം പിന്നിടുമ്പോൾ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. എല്ലായിടത്തും പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആവശ്യ സേവന വിഭാഗങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു. ആവശ്യഘട്ടത്തിൽ പുറത്തിറങ്ങുന്നതിന് അനുവാദമുണ്ടെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും. പോലീസ് പാസ് ഉള്ളവരും സത്യവാങ്മൂലം കയ്യിലുള്ളവരെയും യാത്ര ചെയ്യാൻ അനുവദിക്കും. അതിനിടെ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വർദ്ധിക്കുന്നത് ആശങ്കയായി തുടരുകയാണ്. 72 പഞ്ചായത്തുകളിൽ 50% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 300-ലധികം പഞ്ചായത്തുകളിൽ 30% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി. എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ രോഗികളുടെ എണ്ണം കൂടുതലാണ്. ഈ ജില്ലകളിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. 25,000 പോലീസുകാരെ വിന്യസിച്ചാണ് നിയന്ത്രണങ്ങൾ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കായിരിക്കും മേൽനോട്ട ചുമതല. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തുപോകാൻ മാത്രം പോലീസ് പാസ് നൽകും. മഹാമാരി പൂട്ടിട്ട മറ്റൊരു നോമ്പുകാലമാണ് പടിയിറങ്ങുന്നത്. നോമ്പുകാലത്തെ തനതായ തങ്ങളുടെ രീതികൾ ഇത്തവണയും വിശ്വാസികൾക്ക് അന്യമായി. രാവിനെ പകലാക്കുന്ന മാസമായിരുന്നു ഇത്തവണത്തെ റംസാൻ.
കോവിഡ് മഹാമാരി പൂട്ടിട്ട മറ്റൊരു നോമ്പുകാലമാണ് പടിയിറങ്ങുന്നത്. നോമ്പുകാലത്തെ തങ്ങളുടെ തനതായ രീതികൾ ഇത്തവണയും വിശ്വാസികൾക്ക് അന്യമായിരുന്നു. രാവിനെ പകലാക്കുന്ന മാസമായിരുന്നു ഇത്തവണത്തെ റംസാൻ കാലം. കോവിഡ് മഹാമാരിയുടെ ആദ്യ തരംഗത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലായിരുന്നു. രണ്ടാം തരംഗത്തിൽ നൈറ്റ് കർഫ്യൂവിന്റെ പിടിയിലമർന്നു. പിന്നീട് ലോക്ക്ഡൌണിലേക്ക് അത് മാറി. പണ്ടെല്ലാം തറാവി നിസ്കാരത്തിന് ശേഷം രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ അങ്ങാടികൾ ഉണർന്നിരിക്കും. തട്ടിൻപുറത്തെ മ്യൂസിക് ക്ലബ്ബുകളിൽ നിന്ന് ഇടതടവില്ലാതെ പാട്ടുകൾ മുഴങ്ങും. ക്ലബ്ബുകളിലെ ക്യാരം ബോർഡുകൾ എന്നിവ സജീവമായിരിക്കും. എന്നാൽ കോവിഡ് കാരണം ഇതെല്ലാം നിർജീവമായിരിക്കുകയാണ്. രണ്ടാം തവണയും നോമ്പുകാലം കോവിഡ് കൊണ്ടുപോയപ്പോൾ പെരുന്നാളിനെയും ഇത് കാര്യമായി ബാധിച്ചു. വ്യാപാരികളെയാണ് ഇതെല്ലാം കാര്യമായി ബാധിച്ചിട്ടുള്ളത്. ഇത്തവണ പെരുന്നാൾ കച്ചവടം മുന്നിൽ കണ്ട വസ്ത്രവ്യാപാരികളടക്കം സാധനങ്ങൾ മുൻകൂട്ടി ഇറക്കി. പെട്ടെന്നുള്ള ലോക്ക്ഡൌൺ പ്രഖ്യാപനം ഇവർക്കും വലിയ തിരിച്ചടിയായി. പലവ്യഞ്ജന പച്ചക്കറി മാർക്കറ്റുകളുടെയും കാര്യം വ്യത്യസ്തമല്ല. അടുത്ത തവണയെങ്കിലും കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷ നേടി പെരുന്നാൾ ആഘോഷവും നോമ്പുകാലവും സജീവമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് UTUC ജില്ലാ കമ്മിറ്റി റിലീഫ് വിതരണം ചെയ്തു. UTUC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പനക്കൽ സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. UTUC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓട്ടോ തൊഴിലാളികൾക്ക് റിലീഫ് വിതരണം നടത്തിയത്. ചെമ്മാട് നടന്ന ജില്ലാതല ഉദ്ഘാടനം UTUC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പനക്കൽ സിദ്ദീഖ് നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി K മുഹമ്മദ് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞു മൊയ്തീൻ വെളിമുക്ക്, പനക്കൽ മുജീബ്, അബ്ദുൽ ഖാദർ പുന്നക്കാടൻ, ഫൈസൽ കുന്നത്തേരി, റഷീദ് മമ്പുറം, സുബ്രഹ്മണ്യൻ കൊളപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു സഹായം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളത് ഏതൊരു സംഘടനയുടെയും പ്രഥമമായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറ്റുവാനാണ് UTUC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഈ ചെമ്മാടും പരിസരത്തുമുള്ള പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് ഈ വരുന്ന റംസാൻ അവസാനിക്കുന്ന അന്ന് പെരുന്നാളിന് വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള ചെറിയ സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ വളരെ ചെറുതായിരിക്കും. പക്ഷെ നമ്മുടെ കൈവേണ്ട പരമാവധി മറ്റുള്ളവരെ എത്തിച്ച് എല്ലാവർക്കും ഗുണപരമായ രൂപത്തിലേക്ക് ആ സാഹചര്യം. SKSSF പൂക്കേൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫഖറുദ്ദീൻ അസനി തങ്ങൾ നിർവഹിച്ചു. SKSSF പൂക്കേൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തത്. SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫഖറുദ്ദീൻ അസനി തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരാഘോഷത്തിൻ്റെ പേരിൽ നാം ഇതുവരെ കൈവരിച്ചിട്ടുള്ള സൗഹൃദവും നമ്മൾ കൈവരിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള മൂല്യങ്ങളെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അതിനെല്ലാവരുടെ ഭാഗത്തു നിന്നും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക് നൽകി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസർ പൂക്കയിൽ, ആരിഫ് മുസ്ലിയാർ, ജംഷീദ് KP, മുഹമ്മദ് ജഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മലപ്പുറം അടക്കം 8 ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ മെയ് 14ഓടുകൂടി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദ രൂപീകരണത്തെ തുടർന്ന് 8 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മെയ് 14 തിരുവനന്തപുരം, കൊല്ലം, മെയ് 15 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മെയ് 11 ഇടുക്കി, മലപ്പുറം, മെയ് 12 ഇടുക്കി, മെയ് 13 തിരുവനന്തപുരം, മെയ് 14 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മെയ് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും വെള്ളപ്പൊക്കമുണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കർശനമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ അപകട സാധ്യതയുള്ളവരെ ആവശ്യമായ ഘട്ടത്തിൽ മാറ്റി താമസിപ്പിക്കുക. ഇതിനായി മുൻകൂട്ടി
അതോറിറ്റി ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കുക എന്നീ കാര്യങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിലുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ, ശക്തമായ കാറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. കാറ്റിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ, ഹോർഡിങ്ങുകൾ, മരങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കണം. അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു. ഡാമുകളുടെ റൂൾ കർവുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെറിയ ഡാമുകളിൽ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താനും KSEB, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് പൂർണ്ണ വിലക്ക്. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂനമർദ്ദ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മെയ് 13 മുതൽ തന്നെ അറബിക്കടൽ പ്രക്ഷുബ്ധമാകാനും കടലിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മെയ് 13 12 മണി മുതൽ കേരള തീരത്തു നിന്ന് കടലിൽ പോകുന്നത് മറിച്ചൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലവിൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മെയ് 12 അർദ്ധരാത്രിയോടുകൂടി തന്നെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്തേക്ക് എത്തേണ്ടതാണെന്നും അതോറിറ്റി അറിയിച്ചു. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളിലേക്ക് ഈ വിവരം എത്തിക്കാൻ വേണ്ട നടപടികൾ ഉടനടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും അതോറിറ്റി വ്യക്തമാക്കി. സപ്ലൈകോയുടെ ഡോൺ ഡെലിവറി പ്രവർത്തനം ആരംഭിച്ചു. ഓർഡർ പ്രകാരം സപ്ലൈകോ നൽകുന്ന സാധനങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകും. സപ്ലൈകോ കുടുംബശ്രീയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഡോർ ഡെലിവറി പ്രവർത്തനം ആരംഭിച്ചു. ഓർഡർ പ്രകാരം സപ്ലൈകോ നൽകുന്ന സാധനങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വീട്ടിലെത്തിച്ചു നൽകും. തുടക്കത്തിൽ തിരൂരിലെ വിതരണ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പദ്ധതി നടപ്പിലാക്കുക. തിരൂർ ഡിപ്പോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വഴിയാണ് പദ്ധതിയുടെ സേവനം ആരംഭിക്കുക. വിജയമായാൽ താലൂക്കിലെ മറ്റു മാർക്കറ്റുകളിലും നടപ്പിൽ വരുത്തും. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അത് ഉടനെ തന്നെ തിരൂർ താലൂക്കിൽ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. ഇതിനായിട്ട് 7-ാം തീയതി തന്നെ ഡിപ്പോമിനെ പറഞ്ഞ പോലെ തന്നെ തിരൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ മേലധികാരികളെയും കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ തുടങ്ങിയവരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ ഡെലിവറി അതാത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അവരെ ഏജൻറ്റുമാരെ നിയമിച്ചിട്ടുള്ളതായിട്ടും ഇന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. 94 47 62 62 19 വാട്സപ്പ് നമ്പർ വഴി ഉപഭോക്താക്കൾക്ക് ഓർഡർ ചെയ്യാം. സബ്സിഡി സാധനങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാവില്ല. വിതരണ കേന്ദ്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ചുറ്റളവ് വരെ 40 രൂപയും 5 കിലോമീറ്റർ ചുറ്റളവ് വരെ 60 രൂപയും 10 കിലോമീറ്റർ ചുറ്റളവ് വരെ 100 രൂപയുമാണ് ഡെലിവറി ചാർജ് എന്നും ഡിപ്പോ മാനേജർ KV കൃഷ്ണൻ പറഞ്ഞു. കോവിഡ് കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തിരൂർ സപ്ലൈകോ ഡിപ്പോയുടെ കീഴിൽ ഡോർ ഡെലിവറി സമ്പ്രദായം ആരംഭിച്ചിരിക്കുകയാണ്. തിരൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റാണ് ആദ്യഘട്ടം എന്ന നിലയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് 94 47 62 62 19 എന്ന വാട്സപ്പ് നമ്പർ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യാം. സബ്സിഡി സാധനങ്ങളായിരിക്കില്ല ഡോർ ഡെലിവറിയിൽ ലഭിക്കുന്ന. ഫ്രീ സെയിൽ പൊതുവിപണിയിൽ നിരക്കിനേക്കാളും വിലക്കുറവ് ഫ്രീ സെയിൽ നിരക്കിൽ ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. വിതരണ കേന്ദ്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ചുറ്റളവ് 40 രൂപയും അതിനുശേഷം 5 കിലോമീറ്റർ ചുറ്റളവ് വരെ 60 രൂപയും 5 കിലോമീറ്റർ മുകളിൽ 100 രൂപയുമാണ് ഡെലിവറി ചാർജ് ഈടാക്കുന്നത്. ഡെലിവറി ചാർജും സാധനങ്ങളുടെ വിലയും മൊത്തം കുടുംബശ്രീ പ്രവർത്തകരെ ഏൽപ്പിക്കുകയാണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ടത്. തുഞ്ചൻ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും നന്മ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. തുഞ്ചൻ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും നന്മ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിലാണ് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ AP ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ അന്നാരയിലെ നന്മ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയ രീതിയിലെങ്കിലും അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സന്നദ്ധ സംഘടനകളും നടത്തി വരുന്നത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
കോയക്കുട്ടി പാറപ്പുറത്ത് അസീസ് വയ്യാട്ട, PKK തങ്ങൾ, മുസ്തഫ കടവത്ത, ഷിജി പള്ളിയേരി, ഇസ്മായിൽ, ജയ്സൽ, A സമദ് മാസ്റ്റർ, സഫുവാൻ പാറയിൽ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി CPM പ്രവർത്തകർ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. 600 കുടുംബാംഗങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് CPM പ്രവർത്തകർ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. CPM മീനടത്തൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 600ഓളം കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റ് നൽകിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നമുക്ക് മറ്റു രീതിയിലുള്ള ആഘോഷ പരിപാടികളൊന്നും തന്നെ നടത്താൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. V. അബ്ദുറഹ്മാൻ MLAയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും എത്തിച്ചേർന്നത് എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള കിറ്റ് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മീനടത്തൂർ പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 600ഓളം പേർക്കാണ് കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇതിനു വേണ്ടി സംഭരിച്ചിട്ടുള്ള പല ആളുകളിൽ നിന്നായിട്ട് സംഭരിച്ചിട്ടുള്ള മറ്റാഘോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പണം ഉപയോഗിച്ചാണ് ഈ 600ഓളം കിറ്റുകൾ ഇവിടുത്തെ സഖാക്കൾ സംഭരിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും മീനടത്തൂരിലെ പാർട്ടി സഖാക്കൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം മാതൃകാപരമാണ്. സമീർ തുറവായിൽ, പ്രദീപ്, രജീഷ്, ഉവൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K. പത്മകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഒരു വിപുലമായ പരിപാടി സംഘടിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കാതെ വന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. തിരൂർ മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷനായിരുന്നു. നൌഷാദ് പറന്നേക്കാട്, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, മനോജ് ജോസ്, ഷമീർ ബാബു, അബ്ദുൽ സമദ് ഇ. കെ, നാസർ പൊട്ടാർ, സൈനുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം പഞ്ചായത്തിൽ നിയുക്ത MLA കുറുക്കോളി മൊയ്തീന്റെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് പരിരക്ഷയും ശുശ്രൂഷയും നൽകാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ യോഗം തീരുമാനിച്ചു. നിയുക്ത MLA കുറുക്കോളി മൊയ്തീന്റെ അധ്യക്ഷതയിലാണ് കോവിഡ് അവലോകന യോഗം വിളിച്ചു ചേർത്തത്. മണ്ഡലത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് പരിരക്ഷയും ശുശ്രൂഷയും നൽകാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. സ്വയം ജാഗ്രത പുലർത്തണം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. കോവിഡ് രോഗം വളരെ ശക്തിയായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ആശ്വാസം ഇന്നലെ ഒരു 3% കുറവുണ്ടായി എന്നുള്ളതാണ്. എങ്കിലും നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തിരൂർ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക് പ്രത്യേക പരിരക്ഷയും മെഡിക്കൽ ശുശ്രൂഷയും നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പൊതുവെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ അവർക്ക് പ്രത്യേകമായ പരിശോധനകളും അവർക്ക് ആവശ്യമായ മെഡിക്കൽ നിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നതിന് വേണ്ടി ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് തിരൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാപിക്കണം. അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലാ തലത്തിലുണ്ടായ കലക്ടറുടെ സാന്നിധ്യത്തിലുണ്ടായ മീറ്റിങ്ങിൽ പൊതുവായി തന്നെ ഇത് അംഗീകരിക്കാൻ വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഭരണകൂടവും അതിന് മുൻകൈ എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഒന്ന്, ജനങ്ങൾ വളരെയേറെ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. നാം ഇതിൻ്റെ വാഹകരായി മാറാതിരിക്കണം. മറ്റുള്ളവർക്കിവിടെ വിതരണക്കാരുമായി മാറിക്കൂടാ. അതിനുവേണ്ടി എല്ലാവരും സൂക്ഷ്മത പാലിക്കുക തന്നെയാണ് ഇതിന് വേണ്ടത്. എന്നാൽ ഇതിൻ്റെ പേരിൽ ഭയവിഹ്വലരായി കഴിയുന്നൊരു സാഹചര്യം വേണ്ട. സൂക്ഷ്മതയാണ് ആവശ്യം. ജാഗ്രത പാലിക്കണം. അതിന് ജനങ്ങൾ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നാളെയും മറ്റന്നാളുമായി പെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൽ അതിൻ്റെ തെമിർപ്പിൽ ഇതിൻ്റെ എല്ലാ മതിൽക്കെട്ടുകളും പൊട്ടിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ കടന്നു വരരുത്. എല്ലാവരും ഇതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കഴിയണം. വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ
പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരല്ലേ, എല്ലാവരും തയ്യാറാവണം, അതിന് സന്നദ്ധമാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി, വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളറിക്കൽ റിയാസ് ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജലീൽ, വെട്ടം ആലിക്കോയ തുടങ്ങിയവർ പങ്കെടുത്തു. ടീം വെൽഫെയർ നിറമരുതൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോവിഡ് ബാധിതരുടെ വീടുകളിൽ അണുനശീകരണം നടത്തി. വെൽഫെയർ പാർട്ടിയുടെ സേവന വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിലാണ് കോവിഡ് ബാധിതരുടെ വീടുകൾ അണുനശീകരണം നടത്തിയത്. കൂടാതെ വീടുകൾക്ക് പുറമെ അങ്ങാടികൾ, വായനശാല എന്നിവയും അണുനശീകരണം നടത്തി. സുൽഫിക്കർ, CMT വഹാബ്, നാസർ അലാറ്റിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറം ജില്ലയിൽ. സംസ്ഥാനത്ത് വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. 37,290 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77%. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 4 ദിവസം പിന്നിടുമ്പോൾ കർശന പരിശോധനകളാണ് ജില്ലയിലെങ്ങും പോലീസ് നടത്തുന്നത്. ജില്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കി. മഹാമാരി പൂട്ടിട്ട മറ്റൊരു നോമ്പുകാലമാണ് പടിയിറങ്ങുന്നത്. നോമ്പുകാലത്തെ തനതായ തങ്ങളുടെ രീതികൾ ഇത്തവണയും വിശ്വാസികൾക്ക് അന്യമായി. രാവിനെ പകലാക്കുന്ന മാസമായിരുന്നു റംസാൻ. മലപ്പുറം അടക്കം 8 ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കടലാക്രമണം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പുമുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.